Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ ഫോട്ടോ AI എന്ന ഒരു ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു മാജിക്കൽ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബ്ലറി ആൻഡ് നോയ്സി ഇമേജസിനെ എൻഹാൻസ് ചെയ്യാനും അതിനെ അപ്സ്കെയിൽ ചെയ്ത് ഹൈ റെസൊല്യൂഷനിൽ സേവ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ടോപ്പാസ് ഫോട്ടോ AI എന്ന ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് ആണ് ഇവിടെ കാണുന്നത്. ഇമേജസിനെ എൻഹാൻസ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ബ്രൗസ് ഇമേജസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജസിനെ സെലക്ട് ചെയ്യാനും കൂടാതെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു വിൻഡോയിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി വളരെ നോയ്സോട് കൂടിയ ഒരു ഇമേജിനെയാണ് നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇമേജസിനെ ഡ്രോപ്പ് ചെയ്ത ഉടനെ ഓട്ടോ പൈലറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഓട്ടോ പൈലറ്റ് എന്ന ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജസിലെ സബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്ത് ഒരു മാസ്ക് ആയി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സെലക്ട് സബ്ജക്റ്റ് എന്ന ഈ ഒരു ഐക്കൺ ഇവിടെ കാണാവുന്നതാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്ത ഈ ഒരു മാസ്ക് ഇവിടെ കാണുവാനും ആവശ്യമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സെലക്ടിംഗ് സബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഡിറ്റക്ട് സബ്ജക്റ്റ് ഡിഫോൾട്ട് എന്ന ഓപ്ഷനിലാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിവിടെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മളുടെ ഇമേജിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതിൽ ഫെദറിംഗ് എന്ന ഈ ഒരു ഓപ്ഷനും കാണാവുന്നതാണ്. നമുക്കിവിടെ ഇത് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രഷ് യൂസ് ചെയ്ത് മാസ്കിനെ ഇൻക്രീസ് ചെയ്യാവുന്നതുമാണ്. ഇതിൽ അവൈലബിൾ ആയ ബ്രഷസ് ഇവിടെ കാണാവുന്നതാണ്. AI ബ്രഷ്, റെഗുലർ ബ്രഷ് എന്നിങ്ങനെ 2 ബ്രഷസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ മാസ്കിൽ നിന്നും സെലക്ഷനെ ഇൻക്രീസ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഈ ബ്രഷസിലൂടെ സാധിക്കുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഇമേജിലെ ഈ ഒരു സബ്ജക്റ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാസ്കിനെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം അപ്ലൈ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് നോയ്സോട് കൂടിയ ഒരു ഇമേജ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. റിമൂവിംഗ് നോയ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓൺ ആണ്. ഫേസിൽ ഇപ്പോഴും കുറച്ച് നോയ്സ് അവശേഷിക്കുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു നോയ്സിനെ റിമൂവ് ചെയ്യുന്നതിനായി റിക്കവർ ഫേസസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ നിന്നും ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ എനേബിൾ ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഫേസിൽ ഉണ്ടായിരുന്ന നോയ്സിനെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്ലൈഡർ യൂസ് ചെയ്ത് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ താഴെയുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ 2 സെക്ഷനായും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഇമേജസിനെ സൂം ചെയ്യുന്നതിനായി സ്ക്രോളിംഗ് ചെയ്യാനും ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് പാൻ ചെയ്യാവുന്നതുമാണ്. അടുത്തായി ഷാർപ്പൻ എന്ന ഓപ്ഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇമേജിൽ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഇത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാം. അതിനുശേഷം AI മോഡൽ, സ്റ്റാൻഡേർഡ്, സ്ട്രോങ്, ലെൻസ് ബ്ലർ, മോഷൻ ബ്ലർ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആവശ്യമായ ഓപ്ഷൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്ട്രെങ്ത്, മൈനർ ഡിനോയ്സ് എന്നിങ്ങനെയുള്ള ഈ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാനും മൈനറായി അവശേഷിക്കുന്ന നോയ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിനായി മൈനർ ഡിനോയ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ് ചെയ്യാവുന്നതുമാണ്. അടുത്തായി പ്രിസർവ് ടെക്സ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഇമേജിൽ ഒരു നോയ്സോട് കൂടിയ ടെക്സ്റ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അഡ്ജസ്റ്റ് ലൈറ്റിംഗ്, ബാലൻസ് കളർ എന്നിങ്ങനെയുള്ള ഈ ഓപ്ഷൻസും ഇതിൽ കാണാവുന്നതാണ്. അഡ്ജസ്റ്റ് ലൈറ്റിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമേജിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി ബാലൻസ് കളർ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമ്മളെ ഇമേജിനെ ഒരു വാം ഫീലിങ്ങോ ഒരു കൂൾ ഫീലിങ്ങോ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഞാൻ ഈ ഒരു ടെമ്പറേച്ചർ വാല്യൂ റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തപ്പോൾ നമ്മളുടെ ഇമേജിൽ ഒരു വാം എഫക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമ്മളുടെ ഇമേജിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ആഡ് ചെയ്ത ടെമ്പറേച്ചർ വാല്യൂ ഒപ്പാസിറ്റി യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. അടുത്തായി നമ്മളുടെ ഇമേജ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ അപ്സ്കെയിൽ ചെയ്ത് ഇതിന്റെ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതിനായി അപ്സ്കെയിൽ എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇമേജ് ഇതുപോലെ അപ്സ്കെയിൽ ആയി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. മൾട്ടിപ്പിൾ ഇമേജസിനെ ഡ്രാഗ് ചെയ്ത് ഒരേ സമയം എൻഹാൻസ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ഡെമോ വെർഷൻ അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ബെനിഫിറ്റ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.